ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു പുതിയ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് ആ ഒരു ബ്രാൻഡിനെ കുറിച്ചൊരു ഇൻട്രോ പറഞ്ഞതിന് ശേഷം ചെയ്യാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നും കൊണ്ടല്ല, വീട്ടുപകരണങ്ങൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ ഈ ബ്രാൻഡ് എന്നും ഒരു നമ്പർ 1 ഒരു ബ്രാൻഡ് തന്നെയാണ്. കാര്യം ഫ്രിഡ്ജാകട്ടെ, വാഷിംഗ് മെഷീൻ ആകട്ടെ, ടി വി ആകട്ടെ എന്നുള്ളൊരു പേരിൽ കിട്ടിയപ്പോൾ തന്നെ നിങ്ങൾ വിചാരിച്ചിട്ടുള്ള 2-3 ബ്രാൻഡിലൊന്നാണ് എൽ ജി. എൽ ജിയുടെ ഒരു മൊബൈൽ ഫോണാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. എൽ ജി എല്ലാ കാലത്തും ഈ പറയുന്ന പോലെ ടി വി അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ് എന്നുള്ള കാര്യങ്ങളിൽ വളരെയധികം അപ്ഡേഷൻ എപ്പോഴും കൊണ്ടുവരുന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് എൽ ജി. നേരെ മറിച്ച് എൽ ജി മൊബൈൽ ഫോൺ നിർമ്മിക്കുന്ന കാര്യത്തിൽ അവർ കുറച്ച് പുറകോട്ടാണെന്നാണ് ഞാനിതുവരെ മനസ്സിലാക്കിയിരുന്നത്. അപ്പം അവരുടെ ഒരു പ്രോഡക്റ്റ് ഈ പറയുന്ന മൊബൈലിലാണെങ്കിൽ അവർ ഈ പറയുന്ന അത്രമാത്രം ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കാതെയായിരുന്നു ഇത്രയും നാൾ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ എന്തോ എൽ ജിക്ക് ഒരു മറുചിന്ത വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. അവരും മൊബൈൽ ഫോണിൽ എന്ന ഒരു കൈ വെച്ച് കളയാന്നുള്ള രീതിയിലാണ് ഇപ്പം എത്തി നിൽക്കുന്നത്. അങ്ങനെയുള്ളൊരു നല്ലൊരു പ്രൊഡക്റ്റാണ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. എൽ ജിയുടെ വെൽവെറ്റ് എന്ന് പറയുന്ന ഒരു മൊബൈലാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ എൽ ജിയുടെ വെൽവെറ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. ഈ ബോക്സിൽ എന്തൊക്കെയാണുള്ളതെന്ന് നമുക്ക് ഫസ്റ്റ് ഒന്ന് നോക്കാം. സോ ഇതാണ് എൽ ജി വെൽവെറ്റിൻ്റെ ഒരു കവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വെൽവെറ്റ് എന്നുള്ളൊരു ബ്രാൻഡിങ് മാത്രമാണ് സൈഡിലുള്ളത്. നേരെ മറിച്ച് എൽ ജിയുടെ ഒരു പേരോ ബ്രാൻഡിങ്ങോ ഒന്നും അവർ കൊടുക്കാതെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. നേരെ മറിച്ച് ഇതിന് മുകളിലായിട്ട് എൽ ജിയുടെ ഒരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ഒരു മാറ്റ് ഫിനിഷ് കവറാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കവറിനെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ മുകളിലായി തന്നെ എൽ ജിയുടെ വെൽവെറ്റ് എന്നുള്ളൊരു ഡിസൈനിലുള്ള ഒരു കവറിങ്ങോട് കൂടിയാണ് ഈ ഒരു മൊബൈൽ ഫോൺ വെച്ചിരിക്കുന്നത്. അതിന് താഴേക്ക് വരുമ്പോൾ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു സിം ഇജക്ഷൻ പിന്നാണ് ഇതിൻ്റെ അത് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും താഴെയായിട്ട് ഒരു 25 വാട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറാണ്, എൽ ജിയുടെ ബ്രാൻഡിങ്ങോട് കൂടി തന്നെയുള്ള ഒരു ഫാസ്റ്റ് ചാർജറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നീട് കാണാൻ സാധിക്കുന്നത് ഒരു സി പോർട്ട് കേബിളുമാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. നേരെ മറിച്ച് ഒരു ഹെഡ്ഫോൺ ഇതിൻ്റെ അകത്ത് ഈ ഒരു മോഡലിനൊപ്പം അവൈലബിൾ അല്ല. സോ ഇതാണ് എൽ ജിയുടെ വെൽവെറ്റ് എന്ന് പറയുന്ന മോഡൽ. നമുക്കിനി ഈ ഒരു മോഡലിൻ്റെ ഓവറോൾ ഡീറ്റെയിൽസ് ഒന്ന് കണ്ടു മനസ്സിലാക്കാം. ഡിസ്പ്ലേ ഓൺ ചെയ്യുമ്പോൾ തന്നെ 6.8 ഇഞ്ച് POLED കേർവ് ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ മുകളിലായി വാട്ടർ ടോപ്പ് ഡിസൈനിലാണ് ഇതിൻ്റെ സെൻട്രലിലെ സെൽഫി ക്യാമറ ക്രമീകരിച്ചിരിക്കുന്നത്. അതുപോലെ ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 180 ഗ്രാമാണ്. ഇതിൻ്റെ തിക്നെസ് 7.9 mm ആണ് ഇതിൻ്റെ തിക്നെസ് വരുന്നത്. ഫോണിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഒരു പവർ ബട്ടണും അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ വോളിയം റോക്കേഴ്സും അതിൻ്റെ തൊട്ട് താഴെ ഗൂഗിൾ അസിസ്റ്റൻസിനായി ഒരു സ്പെഷ്യൽ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻസ് വളരെ ഈസി ആയിട്ട് തന്നെ ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് വരുമ്പോൾ ഒരു സിം പോർട്ടും അതുപോലെ തന്നെ മെമ്മറി കാർഡ് ഇടാനുള്ള ഒരു ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് ഒരു മൈക്ക് കൊടുത്തിരിക്കുന്നു. പിന്നെ ഏറ്റവും താഴേക്ക് വരുവാണെങ്കിൽ കാണാൻ സാധിക്കുന്ന ഒരു 3.5 mm ഹെഡ്ഫോൺ ജാക്ക്, അതുപോലെ സി പോർട്ട് കൊടുത്തിരിക്കുന്നു ചാർജിങ്ങിനായിട്ട്. റൈറ്റ് സൈഡിലായിട്ട് ഒരു സ്പീക്കർ സിസ്റ്റം കൊടുത്തിരിക്കുന്നു. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ വെള്ളത്തുള്ളികൾ വീഴുന്ന രീതിയിലാണ് ഇതിൻ്റെ 3 ക്യാമറകൾ താഴേക്കായി ക്രമീകരിച്ചിരിക്കുന്നത്. 3 ക്യാമറകളും അതിന് തൊട്ട് താഴെ ഒരു ഫ്ലാഷ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും താഴേക്ക് വരുമ്പോൾ എൽ ജിയുടെ ഒരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. എങ്കിൽ കൂടി അതൊരു ബ്രൈറ്റ് ആയിട്ടല്ല അവർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോണിൻ്റെ ഒരു ബാക്ക് സൈഡിലെ ഒരു ഡിസ്പ്ലേയുടെ ഒരു ഭംഗി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അവർ ആ ഒരു ബ്രാൻഡിങ് കൊടുത്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് 10 ആണ് വെൽവെറ്റിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് വരുന്നത്. 4300 mAh ആണ് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി. അതുപോലെ തന്നെ 6GB അല്ലെങ്കിൽ 8GB അങ്ങനെ 2 ഓപ്ഷനിലുള്ള റാം വേരിയൻറ്റുകൾ ലഭ്യമാണ്. ഇന്നിപ്പോൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന 8GB റാമും അതുപോലെ തന്നെ 128GB ഇൻ്റൽ മെമ്മറി ഉള്ള ഫോണാണ്. 512GB വരെ നമുക്ക് ഇതിനെ അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്. വെൽവെറ്റിൻ്റെ ചിപ്സെറ്റിലേക്ക് വരുമ്പോൾ ക്വാൽകോം SDM 765 സ്നാപ്ഡ്രാഗൺ പ്രോസസ്സറും അതുപോലെ തന്നെ CPU വരുമ്പോൾ ഒക്ടാ കോറുമാണ് ഇതിൻ്റെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിനായി കൊടുത്തിരിക്കുന്നത്. വെൽവെറ്റിൻ്റെ പ്രൊട്ടക്ഷനിലേക്ക് വരുമ്പോൾ IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻ്റ് ആണ്. അതുപോലെ തന്നെ സെക്യൂരിറ്റിയിലേക്ക് വരുമ്പോൾ ഫിംഗർ പ്രിൻറ്റ് സെൻസറും അതുപോലെ തന്നെ ഫേസ് ഐഡി റെക്കഗ്നിഷനും ഈ വെൽവെറ്റിനൊപ്പം അവൈലബിൾ ആണ്. അപ്പോൾ വെൽവെറ്റിൻ്റെ ഓവറോൾ ഒരു ഡിസൈന് അതുപോലെ തന്നെ ടെക്നിക്കൽ സൈഡിലുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. ഏതൊരു ഫോൺ ബ്രാൻഡും അവരുടെ ഒരു പുതിയ മോഡൽ കൊണ്ടുവരുമ്പോൾ യുണീക്കായിട്ട് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാകുന്നതിന് വേണ്ടി ഒരു ഫീച്ചറുമായിട്ടായിരിക്കും എപ്പോഴും വരുന്നത്. അത്തരത്തിൽ വെൽവെറ്റും അവരുടെ ക്യാമറ ഫീച്ചറിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഫീച്ചറുമായിട്ട് ഇത്തവണ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളിനി മനസ്സിലാക്കാൻ പോകുന്നത് ഇതിൻ്റെ ക്യാമറയെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിവ്യൂ തന്നെയാണ്. 3 ക്യാമറകളാണ് ബാക്ക് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. മെയിൻ ക്യാമറ വൈഡ് ആംഗിൾ ക്യാമറയാണ്. 48 മെഗാപിക്സലിൻ്റെ ഒരു ക്യാമറയാണ്. 1.8 ആണ് അതിൻ്റെ അപ്പർച്ചർ വരുന്നത്. രണ്ടാമതായി കൊടുത്തിരിക്കുന്ന ഒരു അൾട്രാ വൈഡ് ക്യാമറയാണ്. 8 മെഗാപിക്സലിൻ്റെ ഒരു ക്യാമറയാണ്. 2.2 ആണ് അതിൻ്റെ അപ്പർച്ചർ വരുന്നത്. മൂന്നാമതായി കൊടുത്തിരിക്കുന്ന ഒരു ഡെപ്ത് ക്യാമറയാണ്. 5 മെഗാപിക്സലാണ്. അത് 2.4 ആണ് അതിൻ്റെ അപ്പർച്ചർ വരുന്നത്. സെൽഫി ക്യാമറയായി കൊടുത്തിരിക്കുന്നത് 60 മെഗാപിക്സലിൻ്റെ ഒരു ക്യാമറയാണ്. 1.9 ആണ് ഇതിൻ്റെ അപ്പർച്ചർ വരുന്നത്. അപ്പോൾ നമ്മളിനി മനസ്സിലാക്കാൻ പോകുന്നത് ഈ എൽ ജിയുടെ ഒരു ക്യാമറയെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ആണ്.
അതുപോലെ തന്നെ LG ഈ മോഡലിൽ ASMR എന്ന് പറഞ്ഞൊരു ടെക്നോളജി അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ASMRനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളും കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ നമുക്കിനി അതിൻ്റെ ഒരു ഡീറ്റെയിൽ ഉള്ള ഒരു വീഡിയോ റിവ്യൂയിലേക്കും അതുപോലെ തന്നെ അതിൻ്റെ ഫോട്ടോ ക്വാളിറ്റി എല്ലാം നമുക്ക് കണ്ട് മനസ്സിലാക്കാം. ഞാനിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ക്യാമറയുടെ മെയിൻ ക്യാമറ, അതായത് 48 മെഗാ പിക്സൽ 1.8 അപ്പർച്ചർ വരുന്ന ക്യാമറയിലാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റഡി റെക്കോർഡിംഗ് ഓൺ ആക്കിയിട്ടുണ്ട്. സ്മൂത്തായിട്ടൊരു എക്സ്പീരിയൻസ് തരുമെന്നാണ് പറയുന്നത്. നിങ്ങൾ നോക്കുക എത്രമാത്രം സ്റ്റഡിയാണ് ഇതിൻ്റെ വീഡിയോ ഷോട്ടെന്ന്. സ്റ്റഡി ഷോട്ട് ഓൺ ആക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ നടന്നുകൊണ്ടാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ തന്നെ നോക്കുക. 30 ഫ്രെയിം പെർ സെക്കൻഡ് ഫുൾ HD. ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ അൾട്രാ വൈഡ് ക്യാമറയിലാണ്. 8 മെഗാ പിക്സലാണ്. 2.2 ആണ് ഇതിൻ്റെ അപ്പർച്ചർ വരുന്നത്. ഇതിൻ്റെ ക്വാളിറ്റി ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റഡി റെക്കോർഡിംഗ് ഓൺ ആണ്. സ്മൂത്ത് ആയിട്ടുള്ള എക്സ്പീരിയൻസിന് വേണ്ടി സ്റ്റഡി റെക്കോർഡിംഗ് ഓൺ ചെയ്താണ് ഇട്ടേക്കുന്നത്. ഇതാണ് ഇതിൻ്റെ 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ക്യാമറ. കണ്ടു നോക്കുക ഇതിൻ്റെ ക്വാളിറ്റി എത്രമാത്രമെന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തുക. ഫുൾ HDയിലാണ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 30 ഫ്രെയിം പെർ സെക്കൻഡ്. ഇപ്പം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയിലാണ്. 60 മെഗാ പിക്സൽ ക്യാമറയാണ്. 1.9 അപ്പർച്ചർ വരുന്ന ക്യാമറ. ഫുൾ HD റെക്കോർഡിങ്. 30 ഫ്രെയിം പെർ സെക്കൻഡാണ് ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ വൈഡ് ആംഗിൾ അല്ല, ഒരു നോർമൽ ക്യാമറയാണ്. വൈഡ് ആംഗിൾ ക്യാമറ അല്ല, നോർമൽ ക്യാമറ ആണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഫീൽഡ് ഓഫ് വ്യൂ ഉണ്ട്. 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ് ഷൂട്ട് ചെയ്യുന്നത്. നോക്കുക ഇതിൻ്റെ ക്വാളിറ്റി എത്രമാത്രം ഉണ്ടെന്ന്. ഇപ്പോൾ വെയിലുണ്ട് വെളിയിലിപ്പം ഇറങ്ങി നിൽക്കുമ്പോൾ. ഞാൻ കൊണ്ട് കുറച്ച് വെയിലില്ലാത്ത ഭാഗത്താണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടിലെ സെൽഫി ക്യാമറയുടെ ക്വാളിറ്റി വീഡിയോയിൽ. ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഇതിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറ, അതുപോലെ തന്നെ ഇതിൻ്റെ അൾട്രാ വൈഡ് ക്യാമറ, അതുപോലെ തന്നെ സെൽഫി ക്യാമറയിൽ നിന്നുള്ള ഒരു വിഷ്വലാണ്. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന ASMR എന്ന് പറയുന്ന ഒരു ടെക്നോളജി എങ്ങനെയാണ് ഈ ഫോണിൽ പ്രവർത്തിക്കാൻ പോകുന്നതെന്നാണ്. അത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക, അതിനെ എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പം നമ്മൾ ASMR എന്ന് പറഞ്ഞ LGയുടെ ഒരു മോഡിനെ പറ്റി പറഞ്ഞു. ഇനിയിപ്പോൾ നമ്മളത് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ASMRൻ്റെ മോഡ് ഓൺ ആക്കിയിട്ട് ഓഫ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ടെസ്റ്റാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ASMR എന്ന് പറഞ്ഞ മോഡ് ഓഫ് ചെയ്തിട്ടേക്കുവാണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് 1-2 ഒരു ഷോട്ട്. ഇപ്പോൾ ഇത് എൻ്റെ ഒരു ലൈറ്റിൻ്റെ വായിക്കുന്നുണ്ട്. ഇത് ഈ സൗണ്ട് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഇതാണ് യൂഷ്വലി ഇപ്പോൾ ഒരു പാക്കറ്റൊക്കെ എടുത്തു ഓപ്പൺ ചെയ്തുകൊണ്ട് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് കേൾക്കുന്ന വോയിസ് എന്ന് പറയുന്നത്. ഇനിയിപ്പം നിങ്ങൾ കേൾക്കാൻ പോകുന്ന ASMR എന്ന് പറഞ്ഞ മോഡ് ഓൺ ആക്കിയതിന് ശേഷമുള്ളൊരു വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കുക. ഇതിപ്പം ഓൺ ആക്കാതെ ഉള്ളത്. ഇപ്പോൾ ASMR എന്ന് പറഞ്ഞ മോഡ് ഓണാണ്. ASMR മോഡ് ഓൺ ആക്കിയിട്ട് നമ്മൾ നോക്കുകയാണ്. അതിൻ്റെ അകത്തുനിന്ന് ബേസ് എടുക്കുകയാണ്. ആണോ? ഇനി ASMR മോഡ് ഓഫ് ആക്കിയിട്ട് ഇത് ഒന്ന് കേട്ട് നോക്കിയോ. ഇപ്പോൾ ASMR മോഡ് ഓഫ് ആക്കിയിട്ടുണ്ട്. കേട്ട് നോക്കുക ഡിഫറൻസ്. വെൽവെറ്റിൻ്റെ ഓവറോൾ ക്യാമറ ഫീച്ചേഴ്സ് കണ്ട് മനസ്സിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട 1-2 കാര്യങ്ങളാണ് ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിലൊന്നാമത്തെ ഫീച്ചറാണ് സ്റ്റഡി റെക്കോർഡിങ്. വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ സെറ്റിങ്സിൽ ചെന്ന് സ്റ്റഡി റെക്കോർഡിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഓൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു വീഡിയോ റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഒരു ഗിംബലിൽ വെച്ച് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന അതേ രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് അതിൻ്റെ വീഡിയോ റിസൾട്ട് നമുക്ക് തരുന്നത്.
രണ്ടാമത്തെ ഒരു ഫീച്ചർ എന്ന് പറയുന്ന ASMR എന്ന് പറഞ്ഞൊരു ടെക്നോളജി. അത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കി. ASMRൻ്റെ ടെക്നോളജിയിൽ LG പറയുന്നത് അവരുടെ നെക്സ്റ്റ് ഒരു സോഫ്റ്റ്വെയർ അപ്ഡേഷനിൽ ഇനിയും കൂടുതൽ ഫീച്ചറുകൾ ആഡ് ചെയ്യാൻ പോവാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങളൊരു പുറത്തൊരു ഔട്ട്സൈഡിൽ നിന്നൊരു വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ പുറകിൽ കുറേ ആൾക്കാരും കാര്യങ്ങളും എന്തോ ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു ASMR ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു ഓപ്ഷനാണ് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് റെഡ്യൂസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ വോയിസിനെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷന്. അത് ഞാൻ നോക്കിയിട്ട് വളരെ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് നമുക്ക് ആ ASMR എന്ന് പറഞ്ഞൊരു ടെക്നോളജി. അവിടെ അത് അടുത്ത ഒരു സോഫ്റ്റ്വെയർ അപ്ഡേഷനിൽ തന്നെ ഉടൻ തന്നെ ആളുകളിലേക്ക് ഈ ഫോൺ എത്തുമ്പോൾ തന്നെ അത് LG പരിഹരിക്കുന്നതാണ്. നെക്സ്റ്റ് ഒരു സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ഉടനെ തന്നെ അത് ഉണ്ടാകുമെന്നാണ് ഞാൻ കമ്പനി ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. അത് ഈ ASMR എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വോയിസ് റെഡ്യൂസ് ചെയ്തതിന് ശേഷം ബാക്ക്ഗ്രൗണ്ടിലെ ആ നോയ്സും കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് നമ്മൾക്ക് ആവശ്യമുള്ള നോയ്സിനെ പിക്കപ്പ് ചെയ്തെടുക്കാനുള്ള ഒരു ടെക്നോളജിയാണ് ASMR എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വഴി അവരിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതെന്തുകൊണ്ട് മറ്റുള്ള ഫോണിൽ നിന്നും വളരെ വ്യത്യസ്തനാക്കുന്ന ഇതുപോലൊരു ഓപ്ഷനുള്ളൊരു മറ്റൊരു വേരിയൻറ്റും ഞാൻ ഇതുവരെ എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. എന്തുകൊണ്ടും വളരെ നല്ലൊരു ഫീച്ചർ തന്നെയാണ് ആ ASMR എന്ന് പറഞ്ഞ ഇപ്പോൾ പറഞ്ഞ ഒരു ടെക്നോളജി കൊണ്ട് ഈ ഒരു ഫോണിൽ വന്നിരിക്കുന്നത്. LG Velvet 2 ഓപ്ഷനിൽ അവൈലബിൾ ആണ്. ഒന്ന് ഇപ്പോൾ ഞാൻ അൺബോക്സ് ചെയ്ത് ഈ ഫോൺ മാത്രമായിട്ടുള്ള ഒരു വേരിയൻറ്റും, പിന്നീടുള്ള ഒരു ഓപ്ഷന് ഇതിൻ്റെ കൂടെ തന്നെ ഒരു എക്സ്ട്രാ ഡിസ്പ്ലേയും അതുപോലെ തന്നെ ഒരു പെന്നോടുള്ള ഒരു ഓപ്ഷനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു ഫോൺ മാത്രമായിട്ടുള്ള വരുന്ന വേരിയൻറ്റിൻ്റെ വില വരുന്നത് 37,000 രൂപയാണ്. അതുപോലെ എക്സ്ട്രാ ഒരു ഡിസ്പ്ലേയും അതുപോലെ ഒരു പെന്നൂടെ കൂടിയ ഓപ്ഷൻ്റെ വില വരുമ്പോൾ 49,000 രൂപയാണ് വില വരുന്നത്. ഒരു 12,000 രൂപയുടെ ഒരു പ്രൈസ് ഡിഫറൻസ് ആണ് ഈ രണ്ട് മോഡലും തമ്മിൽ വരുന്നതെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ആ 12,000 രൂപയും കൂടെ മുടക്കി ആ ഒരു ഡിസ്പ്ലേ മോഡ് സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ പൊതുവേ ഉള്ളൊരു പേഴ്സണൽ ഒപ്പീനിയൻ. കാര്യം എക്സ്ട്രാ ഒരു ഡിസ്പ്ലേയും കൂടെ വരുമ്പോൾ നിങ്ങളൊരു ഗെയിമർ ആണെന്നുണ്ടെങ്കിൽ ഒരു സ്ക്രീൻ നിങ്ങൾക്ക് ഒരു ജോഗിലായിട്ട് ഉപയോഗിക്കാം, മറ്റൊരു സ്ക്രീനിൽ ഫുള്ളി വിഷ്വലൈസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഗെയിമിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു ഡിസ്പ്ലേയിൽ നിങ്ങൾ യൂട്യൂബ് വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള സ്ക്രീനിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചാറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പം അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലെ സ്ക്രീനിൽ നിങ്ങൾ നോട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ മറ്റൊരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. അങ്ങനെ ഒരേ സമയത്ത് തന്നെ രണ്ട് സ്ക്രീനിലുള്ള ഈ ഒരു 12,000 രൂപ മുടക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന വളരെ നല്ലൊരു ഫീച്ചറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം നമ്മളൊരു നെക്സ്റ്റ് ഫോണിലോട്ട് അപ്ഗ്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഈ ഒരു രണ്ടാമതൊരു ഡിസ്പ്ലേയും കൂടെയുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും ആ ഒരു 12,000 രൂപ മുടക്കുന്നത് വർത്തുമണിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ LG വെൽവെറ്റിനെ കുറിച്ചുള്ള ഓവറോൾ ഡീറ്റെയിൽ മനസ്സിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് LG വെൽവെറ്റിനെ കൂടുതലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടുള്ള സിസ്റ്റൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവരെ കോൺടാക്റ്റ് ചെയ്യുക. അതിനുശേഷം അവരുടെ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡെമോ അവൈലബിൾ ആണ്. ഇതിനെ ഉപയോഗിച്ച് നോക്കുക. ഇതിൻ്റെ ക്യാമറ ഫീച്ചേഴ്സ്, ഇതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റി, അതുപോലെ തന്നെ ഇതിൻ്റെ സൗണ്ടിങ് എക്സ്പീരിയൻസ്, ഇതിൻ്റെ ഗെയിമിംഗ് എക്സ്പീരിയൻസ് എല്ലാം നിങ്ങൾ ഉപയോഗിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് എന്തുകൊണ്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ഈ LG വെൽവെറ്റ് എന്ന് പറയുന്നത്. LG കുറച്ച് കാലങ്ങളായിട്ട് സ്മാർട്ട് ഫോണിൻ്റെ രംഗത്ത് പുറകോട്ട് നിന്നിരുന്നെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണിനോട് കൂടി അവരുടെ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ്. എന്തുകൊണ്ട് നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് LG വെൽവെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ഞാൻ വിട പറയുന്നു. ഇറ്റ്സ് മീ TB Enjoy സൈനിങ് ഓഫ്. ബൈ.